പ്രിയപ്പെട്ടവരെ, സാഘോഷമായ പെസഹ ജാഗരം നമ്മളിപ്പോൾ അനുഷ്ഠിക്കുകയാണ്. ത്രിത്വസ്തുതി ചൊല്ലിക്കൊണ്ട് പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തിരുക്കർമ്മങ്ങളിലേക്ക് കടന്നു വരിക. ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണീശിനെയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹത്തിൻ്റെ ഈ അൾത്താരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആയിരിക്കാം. വലിയ നോൻപിൽ തപസ് കാലത്തിൽ നമ്മൾ പ്രവേശിച്ചതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള ആഘോഷമാണ് ഇന്ന് നടക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആയിരിക്കാം. നോൻപ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സമാപിക്കുകയാണ്. ഈ വലിയ നോമ്പ് ഇനി നമ്മൾ അടുത്ത നോൻപിലേക്ക് പ്രവേശിക്കും. 15 നോൻപുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ. അതുപോലെ തന്നെ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള 25 നോൻപുണ്ട്. വേറെ 8 നോൻപ്, 3 നോമ്പ്, അങ്ങനെ പലവിധമായ നോൻപുകളും നമ്മൾ ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. അതിൻ്റെയൊക്കെ ഉച്ചസ്ഥായിയിലുള്ളതാണ് ഇന്നത്തെ തിരുക്കർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ. വത്സല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരുവാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ തിരുസഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിനു മേലുള്ള വിജയത്തിൽ പങ്കാളികളാകുവാനും അവിടുത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്ക് കൈവരും. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ വഴി അങ്ങയെ മഹത്വത്തിൻ്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻതി ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രോജ്വലിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിന്റെ ആഘോഷത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്ത്യവും, ആൽഫയും ഒമേഗയും, അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടുത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവായ ക്രിസ്തു തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന് സ്തോത്രം.
ഈ തിരികളിൽ നിന്ന് മറ്റു തിരികൾ കത്തിക്കാം, പുറത്തേക്കും കൊടുക്കാം. പുറത്തുള്ള എല്ലാ തിരികളും എല്ലാവരും കത്തിക്കാം. ക്രിസ്തുവിൻ പ്രകാശം അധ്യായം 28 തിരുവചനങ്ങൾ 1 മുതൽ 10 വരെ. വലിയ നോയമ്പിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ ഞായറാഴ്ച ജെറുസലേമിലേക്കുള്ള ആഘോഷ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് വിശുദ്ധ മാനത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഏറ്റവും ആദരണീയനായ സണ്ണിയച്ച പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഈസ്റ്റർ. വലിയൊരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. എഡിൻബറോയിലെ പ്രിൻസസ് തെരുവിലാണ് അത് സംഭവിക്കുക. അനേകം ആളുകൾ വരികളും നിരകളുമായി വന്ന് ഈ പ്രദർശനം കാണുന്നു. അപ്പോൾ ഇത്തിരി പോന്ന ഒരു കുട്ടി വരുന്നവരോടൊക്കെ പറയുകയാണ്, ഇവിടെയാണ് അവർ യേശുവിനെ അടക്കിയിരിക്കുന്നത്. വന്നവരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടെ ആ ചിത്രം കണ്ടു ഒരു ആത്മീയ നിർവൃതി അടഞ്ഞ് പോവുകയാണ്. അപ്പോഴാണ് മുന്നേ പോകുന്നവരുടെ പിറകെ ഈ ബാലൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അതെ, അവനെ ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എങ്കിലും അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയുടെ വാതിലുകൾ അഴുകുവാനും ചെയ്യുവാനും തുടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീജനങ്ങൾ കടന്നു വരികയും
എന്തുകൊണ്ടാണ് സ്ത്രീകൾ പോയത് എന്നതൊന്നും നമ്മെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അല്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അപ്രകാരം ചെന്ന സ്ത്രീ അവളാണ് ഒരു വിധത്തില് ഉത്ഥാന മഹാരഹസ്യത്തിന്റെ ആദ്യത്തെ പ്രഘോഷം. നമ്മളൊക്കെ മറിയം മഗ്ദലേന എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചന ഗ്രന്ഥത്തിൽ മനസ്സിലാക്കുന്ന ഈ സ്ത്രീ അവൾ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകയായി തീർന്നു എങ്കിൽ അതിൽ ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെ ഫലമുണ്ട്, ഒത്തിരി നാളത്തെ പരിചിതനങ്ങളുടെ ഫലമുണ്ട്, ഒത്തിരി നാളത്തെ വ്യയം ചെയ്ത് സ്ഫുടം ചെയ്തെടുത്ത അവളുടെ ആ വലിയ സിദ്ധിയുടെയോ അനുഗ്രഹത്തിന്റെയോ ഒക്കെ നിറവ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. എഡിൻബറോയിലെ പ്രിൻസസ് തെരുവിൽ നടന്ന ചിത്ര പ്രദർശനത്തിന് ഈ കുട്ടി പറഞ്ഞു വെക്കുന്ന കാര്യം, ഇവിടെയാണ് അവർ അവരെ സംസ്കരിച്ചിരിക്കുന്നത് എങ്കിലും അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. കൊറിന്തോസരുടെ ലേഖനത്തില് നമ്മളത് വായിക്കുകയാണ്. യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ വചനപ്രഘോഷണം നിഷ്ഫലമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. റോമൻ ആരാധനാക്രമത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ ദിവസം എന്നുള്ളത്. അതിന്റെ പ്രത്യേകത, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ്, പ്രഘോഷണമാണ്. യേശുക്രിസ്തു ഉദ്ധിതനായില്ല എങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, നിഷ്ഫലം. ഒഴിഞ്ഞ പ്രത്യേകതകൾ ആരൊക്കെ അവിടെ ചെന്ന് നോക്കിയാലും അവിടെ അടക്കപ്പെട്ടവൻ ഇല്ല, അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുന്നത് അവന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരികയാണ്. റോമൻ ആരാധനാക്രമ മത്സരത്തില് ഏറ്റവും സുപ്രധാനമായ ദിവസമായി ഈസ്റ്റർ ദിവസത്തെ നൽകുമ്പോൾ ഇന്ന് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമതായി, അവൻ ദൈവാലയത്തിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്ന അടയാളമുണ്ട്. കത്തിച്ചു വെച്ച പെസഹാബലിയിൽ നിന്നും ഒരു ചെറു മെഴുകുതിരി കത്തിച്ചു കൊടുത്ത് അവന്റെ തലതൊട്ടപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഈ വിശ്വാസത്തിന്റെ ദീപം ഒരിക്കലും പൊലിയാതെ സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുക. എത്ര പേര് അത് ഓർക്കുന്നു എന്നുള്ളത് പ്രസക്തമാണ്. എത്ര പേര് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട. വിശ്വാസി ദൈവാലയത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ അവന്റെ അടുത്ത് കത്തി നിൽക്കുന്ന പെസഹാബലിയിലൂടെ
ഈ ലോകത്തിലേക്ക് ഒരു വിധത്തിൽ പാപം ചെയ്ത് മനുഷ്യന്റെ ആ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ ഉത്ഭവ പാപത്തിന്റെ ആ കണികകൾ അവനിലുള്ളത് ജ്ഞാനസ്നാനത്തിലൂടെ കഴുകി കളയുകയാണ്. പുത്തൻ വെള്ളം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനത്തിന് ആ ജലം അവന്റെ ശിരസിൽ ഒഴിക്കപ്പെടുന്നു. പെസഹ വ്യാഴാഴ്ച അഭിമന്യ പിതാവ് രൂപതയിലെ സകല വൈദികരും ചേർന്ന് വെഞ്ചരിച്ച് അല്ലെങ്കിൽ കൂദാശ ചെയ്ത തിരുത്തൈലം, പ്രതിഷ്ഠാ തൈലം, ജ്ഞാനസ്നാന അർത്ഥികൾക്കുള്ള തൈലവും, 2 തൈലങ്ങൾ OS എന്നും ചിലപ്പോൾ OC എന്ന് പറയാറുണ്ട്. ഒലേയും കാറ്റക്കൂമിനോട് ജ്ഞാനസ്നാന അർത്ഥികൾക്കുള്ള തൈലം, അതുപോലെ SC സേക്രഡ് ക്രിസ്റ്റം വിശുദ്ധ തൈലം, അതും ആ ജ്ഞാനസ്നാനാർത്ഥിക്ക് നൽകുകയാണ്. ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം. വിശ്വാസത്തിന്റെ ആഘോഷമാണ് ഈ വലിയ മഹോത്സവം. വീണ്ടും തിരുനാളുകളുടെ തിരുനാളാണ് ഈസ്റ്റർ. നമുക്കറിയാം, എല്ലാ തിരുനാളുകളും ഉയർക്കൊള്ളുന്നത് ഈ തിരുനാളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പുനരുത്ഥാനത്തിന്റെ തുടക്കമാണ്, നമ്മുടെ പുനരുത്ഥാനത്തിന്റെ അച്ചാരമാണ് യേശുക്രിസ്തുവിന്റെ മഹത്വീകൃതമായ ഉത്ഥാനം. കാരണം നമ്മൾ ഓരോരുത്തരും ഉദ്ധിതനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. മലയാളത്തിലെ കവി ഇപ്രകാരം പറഞ്ഞു കേട്ടില്ലേ: പശുത്തൊഴുത്തുകൾ പിറന്നു വീണതും മരക്കുരിശിങ്കൽ മരിച്ചുയർന്നതും വളരെ നന്നായി മനുഷ്യപുത്ര, നീ ഉയർത്തെഴുന്നേറ്റത് പരമവിധി. അവിടെ പറയുകയാണ്, യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തു, മരക്കുരിശിൽ മരിച്ചു, ലോക പരിത്രാണത്തിന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതൊക്കെ നല്ലതാണ് യേശുക്രിസ്തുവിനെ. എന്നാലും നീ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പരമവിധമാണ്. കാരണം നാളെ വിദ്വേഷം, പക, സ്വാർത്ഥത ഇവ മൂലമുള്ള ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ ഞങ്ങൾ ഓരോരുത്തരും വിഡിതമാക്കി മാറ്റി. വീണ്ടും അതിൽ നല്ലത് അവർ ഉത്ഥാനം ചെയ്യാതിരിക്കുകയായിരുന്നു എന്നാണ് കവി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആർഷഭാരത സംസ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തമസോമാ ജ്യോതിർഗമയാണ്, ഇരുളിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അസതോമാ സത്വമയാണ്, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. മൃത്യോർമ്മ അമൃതമേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മെ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. അസത്യത്തിൽ നിന്ന് യേശുവാകുന്ന സത്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. വീണ്ടും ഇരുളിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണം. മഹർഷിമാരെ പാടി
ഈശ്വനാഥൻ യോഹന്നാൻ 8:12 നമ്മെ പഠിപ്പിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടാകും. സന്യാസിമാര് വീണ്ടും പാടിയിലെ മൃത്യോർമ്മ അമൃതം മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണം. യോഹന്നാന്റെ സുവിശേഷം 11:25 ഈശ്വനാഥൻ പറയുന്നു, യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാന രഹസ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും ഉദ്ധിതനെ യാഥാർത്ഥ്യമുള്ള ഒരു ജീവിതമാക്കി മാറ്റണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടെ ആശംസിക്കും. ഉദ്ധിതൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അയാളിലൂടെ വിസ്മരണീയമായ ഫലമുളവാക്കുകയും ജ്ഞാനസ്നാനത്തിന്റെ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജഗത്തെ ബഹുതരത്തിൽ സജ്ജീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവമേ, ലോകാരംഭം മുതൽ അങ്ങേ ആത്മാവ് ജലത്തിന് മീതെ വ്യാപിച്ചിരുന്നു. അങ്ങനെ വിശദീകരണത്തിന്റെ ശക്തി ജലത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. ദൈവമേ, ജലപ്രളയകാലത്ത് നവജന്മത്തിന്റെ ആദിരൂപം കാട്ടി തന്നു. അങ്ങനെ ജലത്തിന്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രാഹത്തിന്റെ സന്തതികളെ തിരകളിലൂടെ കാലിൽ നനയാതെ മലകൾ കടക്കാൻ ഇടയാക്കി. അങ്ങനെ ഫറവോയുടെ അനുഭവത്തിൽ നിന്ന് വിമുക്തരായ ജലത്തെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജലത്തിന്റെ പ്രതിരൂപമാക്കി. ദൈവമേ, അങ്ങേ പുത്രൻ യോർദാൻ നദിയിൽ വച്ച് യോഹന്നാന്റെ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവാൽ അഭിഷിക്തരായി. അവിടുന്ന് വിശുദ്ധിയിൽ കിടക്കവേ അവിടുത്തെ ഭാഷത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലം ഒഴുകുവാൻ അനുഗ്രഹമായി. അവിടുത്തെ വിധാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും പഠിപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും അങ്ങേ സഭയുടെ മുഖങ്ങൾ ആശിക്കുകയും അവർക്ക് ജ്ഞാനസ്നാനം നീരുള്ള ദയാവോട് കൊടുക്കുകയും ചെയ്യണമേ. അങ്ങേ ഏകജാതിന്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജനം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യം സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന ഉദാശ വഴി പഴയ സകലമാലിന്യങ്ങളിൽ നിന്ന് കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവാലും ഒരു നവശിശുവായി പ്രായത്തിലുള്ള നേടുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ നേതൃത്വയുടെ നിറവിലേക്ക് അങ്ങ് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തുവോടൊന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തെ ഉദ്ധാനം ചെയ്യുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നീരുറവുകളെ കർത്താവിനെ വാഴ്ത്തിപ്പെടുത്തുകയും എന്നും അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുകയും. പരസ്പര സഹോദരനെ നാം ഒരിക്കൽ സ്വീകരിച്ച ജ്ഞാനസ്നാനം അനുസ്മരിക്കാനായി നമ്മളെ കളിക്കാൻ പോകുന്ന അവിടുത്തെ സൃഷ്ടിയായ ജനത്തെ ആശീർവദിക്കുന്നതിനെ നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാര്യമാകട്ടെ. അങ്ങനെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് മനുഷ്യരായി നാം നിലനിൽക്കുമാറാകട്ടെ. പരസ്പര സഹോദരി ക്രിസ്തുവിനോട് ജീവിതത്തിൽ ചരിക്കുന്നതിനെ രഹസ്യം വഴി ജ്ഞാനസ്നാനത്തിൽ അവിടുത്തെ ഒന്നിച്ച് നാം അടക്കപ്പെട്ടു. സമാപിച്ചതിനാൽ പവിത്രമായ ജ്ഞാനസ്നാനത്തിന്റെ പദങ്ങൾ നമുക്ക് നവീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം
ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ ആഹ്വാനങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ദൈവമക്കൾ സ്വാതന്ത്ര്യം ജീവിക്കുവാൻ പാവം ഉപേക്ഷിക്കുന്നുവോ? പാവത്തിന് അടിയാപ്പെടാതിരിക്കുവാൻ പാവഹേതുക്കൾ ഉപേക്ഷിക്കുന്നുവോ? പാവത്തിന്റെ കാരണബോധനം നിർവഹിയുമായി വ്യാജനെ ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവും സർവശക്തിയുമുള്ള പിതാവായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധമറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തുവിന്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം നൽകിയവരും നമുക്ക് പാപമോചനം നൽകിയവരും സർവശക്തനുമായ ദൈവം തന്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തു പരിപാലിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വെള്ളം കൊണ്ടുള്ള ആശീർവാദം നമുക്കിപ്പോൾ നൽകുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്കത് ഏറ്റുവാങ്ങാം.
അങ്ങേ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യം ഞങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അഭിമാനിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. ജീവിതായവും പരിപാലനവുമായി പ്രകാശിപ്പിച്ചുകൊണ്ട് അംഗീകരിക്കുന്നു. അങ്ങേ സഭയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അംഗീകരിച്ച് അങ്ങേ ശരീരങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ നിത്യമായി കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ഞങ്ങളിൽ ലഭിക്കുവാൻ ഇടയാകണമേ. വിശേഷിയാതെ മാതാവായ ഏറ്റവും പരിശുദ്ധയോടും ആദരണീയ ഭർത്താവായ പിതാവിനോടും അനീകരായ പ്രസന്നന്മാരോടും ഞങ്ങളുടെ സജീവസ്ഥരായ വിശുദ്ധരോടൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഇവരുടെ നിരന്തരമായ സഹായ കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സർവലോകത്തിനെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസനായ സഭായോടും ഞങ്ങളുടെ സഭാക്ഷേമങ്ങളോടും മെത്രാമാതിരികളോടും വൈദികരോടും അങ്ങനെയുള്ള സർജനങ്ങളോടൊക്കെ ഈ ഭൂമിയിൽ ധാരണ ചെയ്ത ഈ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേയറ്റത്തിൽ നിൽക്കുവാനുമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിറകിടക്കുന്ന അങ്ങേതാക്കളെയും അങ്ങേക്ക് ദയാപൂർവ്വം ജപിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ പ്രീതിപ്പെട്ടവരെ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മന്ത്രത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തെ
ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാവർക്കും ദൈവവും എന്നും എന്നേക്കും. ഇപ്പോൾ സംഘത്തിൽ നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നിച്ചേരുവാൻ യോഗ്യരായി തീരുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.